ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. സോളാർ സിസ്റ്റം എന്താണ്? സോളാർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? സൺ, അതേപോലെ പ്ലാനറ്റ്സ്, ആ പ്ലാനറ്റ്സിൻ്റെ തന്നെ ഉപഗ്രഹങ്ങളായ മൂൺസ്, പിന്നെ ഡ്വാർഫ് പ്ലാനറ്റ്സ്, ആസ്റ്ററോയിഡ്സ്, കമറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? സോളാർ സിസ്റ്റം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, സോളാർ സിസ്റ്റം ഏകദേശം ഗാലക്സിയിൽ കറങ്ങുന്നത് 225 മില്യൺസ് എഗോ, അതായത് 225 വർഷങ്ങൾക്ക് മുമ്പേ ഗാലക്സി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോളാർ സിസ്റ്റം. ഇനി സോളാർ സിസ്റ്റം ഫോം ചെയ്തിട്ട് ഏകദേശം സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് ഏകദേശം 4.6 ബില്യൺ ഇയേഴ്സായി. അപ്പോൾ ആ പ്ലാനറ്റ്സിനെ ചുറ്റി കറങ്ങിക്കൊണ്ട് സോളാർ സിസ്റ്റത്തിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്സ് ഏകദേശം 4.6 ബില്യൺ ഇയേഴ്സ്. അപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ ഫ്രാക്ഷനാണ്. ഇവിടെ നമ്മുടെ മിൽക്കി വേ ആയിട്ടുള്ള ഗാലക്സിയുടെ മിൽക്കി വേ ആയിട്ടുള്ള ഓറിയൻ സ്റ്റാർ ക്ലസ്റ്ററിൻ്റെ ഒരു ഭാഗമാണ് സോളാർ സിസ്റ്റം. അതായത് ഒരു ചെറിയൊരു അംശം, ഈ വലിയ യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയൊരു അംശമാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സോളാർ സിസ്റ്റത്തിനകത്ത് മിൽക്കി വേ, നമ്മൾ മിൽക്കി വേയുടെ ഭാഗമാണ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ സോളാർ സിസ്റ്റം നമ്മുടെ മിൽക്കി വേയുടെ ഭാഗത്ത്, ആ മിൽക്കി വേ എവിടെയാണ്? ആ മിൽക്കി വേയുടെ തൊട്ടടുത്താണ് ആൻഡ്രോമെഡ ഗാലക്സി ഉള്ളത്. അപ്പോൾ മറ്റൊരു ഗാലക്സിയുടെ തൊട്ടടുത്തുള്ള ഒരു മിൽക്കി വേയുടെ തൊട്ടടുത്തുള്ള മിൽക്കി വേ ആണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഇനി സോളാർ സിസ്റ്റത്തിനകത്ത് നമ്മൾ പറഞ്ഞു 8 പ്ലാനറ്റ്സ് ഉണ്ടെന്നല്ലേ. അപ്പോൾ 8 പ്ലാനറ്റ്സ് എട്ട് പ്ലാനറ്റ്സ് മാത്രമല്ല, പ്ലാനറ്റ്സ് ഉണ്ട്, സണ്ണുണ്ട്, പ്ലാനറ്റ്സ്, സൺ, സാറ്റലൈറ്റ്സ്, കമറ്റ്സ്, മീറ്റോയ്സ്, അതേപോലെ ആസ്റ്ററോയിഡ്സ്, കുപ്പിയർ ബെൽറ്റ്, ഊട്ട് ക്ലൗഡ്, ഡ്വാർഫ് പ്ലാനറ്റ്സ്. അപ്പോൾ എന്താണ്? സണ്ണുണ്ടല്ലേ. സണ്ണിൻ്റെ തൊട്ടടുത്ത് ആരുണ്ട്? ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റമാണ് സൺ. ആ ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സണ്ണിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബർ, നമ്മുടെ തൊട്ട അയൽവക്കക്കാരനാണ് മിൽക്കി വേ. ആ മിൽക്കി വേക്ക് ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റമുണ്ട്. 3 ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റം. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ആൽഫയും പ്രോക്സിമ സെൻറ്റൂറി. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത്, നമ്മുടെ സണ്ണിൻ്റെ തൊട്ടടുത്ത് കാണാവുന്നതാണ് ഈ ആൽഫയും പ്രോക്സിമ സെൻറ്റൂറി. ഇനി നമ്മൾ പറഞ്ഞു ആൻഡ്രോമെഡ ഗാലക്സി ഉണ്ടെന്ന്. ഈ 8 പ്ലാനറ്റും പിന്നെ കുറേ കൂട്ടുകാരും കൂടെ ചേർന്നാണ് നമ്മുടെ സോളാർ സിസ്റ്റം ആവുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ആളാരാണ്? സണ്ണാണ് ആദ്യത്തെ വ്യക്തി. പിന്നെ ഉള്ളത് സാറ്റലൈറ്റ്സ്. അപ്പോൾ സാറ്റലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കമറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐസി ബോഡീസിനെയാണ് നമ്മൾ കമറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മീറ്റോയ്സ് ഉണ്ട്, പിന്നെ ആസ്റ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ പാറ പോലെയുള്ള റോക്ക് ബോഡീസ്. അപ്പോൾ അതെവിടെയാണ്? ആസ്റ്ററോയിഡ് ബെൽറ്റിൻ്റെ അടുത്താണ് കാണുന്നത്. എവിടെ? മാഴ്സിൻ്റെയും ജൂപ്പിറ്ററിൻ്റെ ഇടയിൽ. പിന്നെ കുപ്പിയർ ബെൽറ്റ്, പിന്നെ ഊട്ട് ക്ലൗഡും, പിന്നെ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലൂട്ടോ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്ലാനറ്റിൽ നിന്ന്. അപ്പോൾ പ്ലൂട്ടോയും മറ്റ് സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ്സ്, കുഞ്ഞു ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഹത്തിൻ്റെ ഭാഗത്ത് കുഞ്ഞു ഗ്രഹം എന്നല്ല നമുക്ക് പറയാനുള്ള കൊച്ചു സാധനങ്ങൾ, സെലസ്റ്റിയൽ ബോഡീസ് പോലെ. അപ്പോൾ അത് നമ്മളൊരു ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 പ്ലാനറ്റും ഇതിൻ്റെ കൂടെയുള്ള ഈ ബാക്കിയുള്ള സണ്ണും അവരുടെ കൂട്ടുകാരും ചേർന്നാണ് ഈ വലിയ ഗാലക്സി, സോളാർ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്, ഗാലക്സിൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ ഈ 8 പ്ലാനറ്റ്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ പ്ലാനറ്റ്സും ഇന്നർ പ്ലാനറ്റ്സും. ഔട്ടർ പ്ലാനറ്റ്സിൻ്റെ വേറൊരു പേരാണ് ജോവിയൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്യാസ് ജെയിൻസ്. ഇതൊക്കെ വലിയ ഗ്രഹങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ജെയിൻസ് എന്ന് പറയുന്നത്. അതും ഔട്ടർ ലെയറിൽ കാണുന്നത്. ഇന്നർ ലെയറിൽ നിന്ന് മാറി ഔട്ടർ ലെയറിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇന്നർ പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്. അപ്പോൾ മാഴ്സ് വരെയുള്ള 4 പ്ലാനറ്റിന് നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കും. അതെന്താണ്? ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. അത് കുറച്ച് പാറ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ പ്ലാനറ്റ്സിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ പാറ പോലെ കട്ടിയുള്ള പ്ലാനറ്റ്സാണ്. പാറ കഷ്ണങ്ങളൊക്കെ ഇവിടെ കാണാം. നമ്മൾ മാഴ്സിലൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്, ഈ പറയുന്ന 4 ഗ്രഹങ്ങളും അകത്തുള്ള ഗ്രഹങ്ങളാണ് 4 ഇന്നർ പ്ലാനറ്റ്സ്. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് റോക്കി പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ഇനി ഇതിൻ്റെ ഔട്ടർ പ്ലാനറ്റ് ലെയറിൽ വരുന്നതാണ് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ പറയുന്ന ആശയന്മാരാണ് വലിയ പ്ലാനറ്റ്സും അത് വലിയ ഗ്രഹങ്ങളുമാണ്.
ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ പ്ലാനറ്റ്സിന് എന്തുണ്ട്? ആ സ്വന്തമായിട്ട് പ്ലാനറ്റ്സിന് തന്നെ മൂൺസ് ഉണ്ട് ഇല്ലേ? നമ്മുടെ എർത്തിന് നമുക്കൊരു മൂണുള്ളതുപോലെ മറ്റ് പ്ലാനറ്റ്സിന് ചിലതിനൊക്കെ 2, 3 ഒക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കാം, ഓരോ പ്ലാനറ്റ്സ് വീതം നോക്കാം.